വീട് പണിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും സംശയമാണ് കട്ടിലുകളും ജനലുകളും വാതിലുകളും ഒക്കെ പണിയുമ്പോൾ തടി വേണോ അതെയോ സ്റ്റീൽ മതിയോ അതെയോ WPCയുടെ മെറ്റീരിയൽസ് വേണോ എന്നൊക്കെ. മുൻപ് നമ്മൾക്ക് അങ്ങനെയുള്ളൊരു സംശയം ഉണ്ടായിരുന്നില്ല. കാരണം തടിയല്ലാതെ മറ്റൊരു ഓപ്ഷനും നമ്മളുടെ മുന്നിൽ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി സാധനങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കത് ഏതിൽ തിരഞ്ഞെടുക്കണമെന്നുള്ളത് നമ്മളുടെ എപ്പോഴും ഉള്ള സംശയമാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് കട്ടിലുകൾ ഉൾപ്പെടെ തേക്ക് വേണോ അതെയോ ആഞ്ഞിലി ഉപയോഗിക്കണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം. തേക്ക് തടിയിൽ പണിയുന്നതിൻ്റെ പ്രൗഢിയും ഭംഗിയും ബലവും വേറെ ഒന്നിനുമില്ല എന്നത് സത്യമാണ്. എന്നാൽ നമ്മുടെ ഇടത്തരം ബഡ്ജറ്റിന് ഇണങ്ങുന്ന വീടുകൾ പണിയാൻ ആഞ്ഞിലിത്തടിയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. ഇതിലേത് വേണമെന്നുള്ളത് ഉടമസ്ഥൻ്റെ മനസ്ഥിതിക്കും സാമ്പത്തിക സ്ഥിതിക്കും അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. മറ്റൊരു സംശയമാണ് എങ്ങനെയുള്ള തടികൾ എടുക്കണമെന്നുള്ളത്. വണ്ണമുള്ള തടികൾ എടുക്കണോ, അതിന് വില കൂടുതലാകില്ലേ, വില കുറവുള്ള ചെറിയ മരങ്ങൾ എടുത്താൽ മതിയോ എന്നൊക്കെയുള്ളത്. വീട് പണിക്ക് നമ്മൾ വലിയ തടി എടുക്കുന്നത് തന്നെയാണ് നമ്മൾക്ക് വീടിൻ്റെ കട്ടിലുകളും ജനലുകളും കതകുകളും ഒക്കെ നിർമ്മിക്കുവാൻ നല്ലത്. മൂപ്പത്തിയ വലിയ തടികൾ തന്നെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ചെറിയ തടികൾ അറുത്ത് ഉരുപ്പിടിയാക്കുമ്പോൾ ഉരുപ്പിടിയോളം തന്നെ വേസ്റ്റും വിറകും വരും. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയുകയാണെങ്കിൽ നമ്മളെടുത്ത് അറക്കുന്ന തടിയുടെ 50% താഴെയായിരിക്കും നമുക്ക് ഉരുപ്പടിയായി ലഭിക്കുകയുള്ളൂ. എന്നാൽ വലിയ തടികളാണ് 80 ഇഞ്ചും അതിന് മുകളിലൊക്കെയുള്ള തടികളാണ് നമ്മളെടുത്ത് അറക്കുന്നതെങ്കിൽ അതിൻ്റെ 75% കൂടുതൽ ഉരുപ്പടിയാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. വണ്ണം കൂടുന്നതനുസരിച്ച് കാലപ്പഴക്കവും ബലവും കൂടുകയും ചെയ്യും. തടി നോക്കുവാൻ പോകുന്നവർ വളവുകളും പുളവുകളും വലിയ ശിഖരങ്ങളുമില്ലാത്ത ഉരുളുമയുള്ള തടികൾ തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമുക്ക് തടിയുടെ വേസ്റ്റേജ് കുറയ്ക്കുവാൻ സഹായിക്കും. വീട് പണിയാൻ തയ്യാറെടുക്കുന്നവർ തടി അന്വേഷിക്കുമ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ ഒന്ന് ഓർമ്മയിൽ വയ്ക്കണം. നമ്മളുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യണേ. ഇത്തരം ചെറിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.